എക്സലിൽ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഈഫ് ഫംഗ്ഷനാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ സീരിയൽ നമ്പർ, ഡേറ്റ്, ഐറ്റം, ഡെബിറ്റ്, ക്രെഡിറ്റ്. ഇവിടെ നമ്മുടെ ഉദ്ദേശം എന്താ വെച്ചാൽ ഡേറ്റോ അല്ലെങ്കിൽ ഐറ്റമോ അടിക്കുമ്പോൾ ഇവിടെ നമ്പറുകൾ സീരിയലായിട്ട് വരണം. അത് അടിക്കുമ്പോൾ മാത്രമാണ് നമ്പറുകൾ വരേണ്ടത്. ഇപ്പോൾ ഡേറ്റ് അടിച്ചു കഴിഞ്ഞാൽ 1 എന്ന് വരണം, ഇവിടെ ഡേറ്റ് അടിച്ചു കഴിഞ്ഞാൽ 2 എന്ന് വരണം. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഈക്വൽ ടു ഈഫ് എന്നുള്ള കമാൻഡ് ഫംഗ്ഷൻ കൊടുക്കുക. ഈഫ് ഫംഗ്ഷന് 3 ആർഗ്യുമെൻറ്റ്സ് ആണുള്ളത്, അഥവാ പാരാമീറ്റേഴ്സ്. ഫസ്റ്റ് പാരാമീറ്റേഴ്സ് ലോജിക്കൽ ടെസ്റ്റ്, അത് നമ്മുടെ പ്രസ്താവനയാണ്. അതായത് നമ്മൾ പറയുന്നത് ഒരു പ്രസ്താവന നമ്മൾ പറയുന്നു. അപ്പോൾ പ്രസ്താവന ശരിയാണെങ്കിൽ ഒരു റിസൾട്ടും തെറ്റാണെങ്കിൽ മറ്റൊരു റിസൾട്ടുമാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഡേറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഉടനെ സീരിയൽ നമ്പറിൽ 1 എന്ന് വരണം, പിന്നെ അടുത്ത സെല്ലിൽ അടിക്കുമ്പോൾ 2 എന്ന് വരണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു, ഈക്വൽ ടു ഈഫ്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് കീബോർഡിൽ ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇനി ലോജിക്കൽ ടെസ്റ്റ് അവിടെ കാണിച്ചിട്ടുണ്ട്. ലോജിക്കൽ ടെസ്റ്റ് വാല്യൂ ഇഫ് ട്രൂ, വാല്യൂ ഇഫ് ഫോൾസ്. ഇങ്ങനെ 3 കമ്പോണൻസ് ആണ്, അഥവാ പാരാമീറ്റേഴ്സ് ആണ്, അഥവാ ആർഗ്യുമെൻറ്റ്സ് ആണ് ഈഫ് കമാൻഡിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം ലോജിക്കൽ ടെസ്റ്റ് നമ്മൾ പറയുന്നത്, ഈ ഡേറ്റിൻ്റെ സെല്ലിൽ നമ്മൾ ഡേറ്റ് അടിച്ചു കഴിഞ്ഞാൽ 1 വരണം. അതായത് നമ്മൾ ഇരിക്കുന്ന സെല്ലിൽ 1 വരണം, അല്ലെങ്കിൽ 1 വരണ്ട എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണെങ്കിൽ, ഈ ഡേറ്റിൻ്റെ സെല്ല് എന്ന് പറഞ്ഞാൽ ഡേറ്റിൻ്റെ സെല്ല്, ആ ഡേറ്റിൻ്റെ സെല്ലിൻ്റെ റെഫറൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഡേറ്റിൻ്റെ സെല്ലിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അതിൻ്റെ റെഫറൻസ് ആണ് B2 എന്ന് പറയുന്ന ഇത്, ഡേറ്റിൻ്റെ സെല്ലിൻ്റെ റെഫറൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈക്വൽ ടു എന്നുള്ള തുല്യമായതാണ്. അതായത് B2ൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ് നത്തിങ്. ഇങ്ങനെ 2 ഇൻവെർട്ടഡ് കോമ കൊടുത്തു കഴിഞ്ഞാൽ അതിനർത്ഥം നത്തിങ് എന്നാണ്. അവിടെ ഒന്നുമില്ലെങ്കിൽ, അതായത് B2 എന്ന സെല്ലിനകത്ത് ഒന്നുമില്ലെങ്കിൽ എന്നാണ് നമ്മളുടെ ഈ പ്രസ്താവന. ഇനി നമ്മൾ കോമ കൊടുക്കുന്നു. കോമ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് വാല്യൂ ഇഫ് ട്രൂ. അതായത് B2 എന്ന സെല്ലിനകത്ത് ഒന്നുമില്ലെങ്കിൽ നമുക്ക് സീരിയൽ നമ്പർ 1 കിട്ടണം. അപ്പോൾ നമ്മളവിടെ എന്താണ് എഴുതുന്നത്? 1 എന്ന് എഴുതും. അല്ല, അങ്ങനെയല്ല, സോറി, ഒന്നുമില്ലെങ്കിൽ സീരിയൽ നമ്പറും ഒന്നുമില്ല, അതല്ലെങ്കിൽ 1 കിട്ടണമെന്നാണ് പറയുന്നത്. അതായത് അതിലെന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 1 വരുമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് B2വിനകത്ത് ഒന്നുമില്ലെങ്കിൽ ഈ സെല്ലിലും, അതായത് A2ലും ഒന്നുമില്ല എന്നാണ് ഈ കാണുന്ന രീതിയിൽ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം. അടുത്തത് വീണ്ടും ഒരു കോമ കൊടുക്കുകയാണ്. കോമ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന വാല്യൂ ഓഫ് ട്രൂ എന്ന് പറഞ്ഞ ആർഗ്യുമെൻറ്റ് കംപ്ലീറ്റ് ആവും. അപ്പോൾ വാല്യൂ ഓഫ് ഫോൾസിലേക്ക് അത് പോയിരിക്കുന്നത് കാണാം. ഇവിടെയാണ് നമുക്ക് 1 കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ 1 എന്ന് കൊടുക്കുക, എൻ്റർ പ്രസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇവിടെ ഫോർമുലയുണ്ട്. ഇവിടെ ഫോർമുല ബാറിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർമുലയുണ്ട്, പക്ഷേ നമുക്ക് റിസൾട്ട് ഒന്നുമില്ല. കാരണം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒന്നുമില്ലെങ്കിൽ ഇവിടെ ഒന്നും വേണ്ട എന്നാണ്. ഇവിടെ നമ്മൾ ഡേറ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ 1 വരും. നമുക്കിവിടെ ഡേറ്റ് ടൈപ്പ് ചെയ്യാം. 14/8/2022 എന്ന് ടൈപ്പ് ചെയ്തു. ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ 1 വന്നിരിക്കുന്നതായിട്ട് കാണാം. ഇങ്ങനെയാണ് ഈഫിൻ്റെ പ്രവർത്തനം. ഇതിലെ ഓരോ ഭാഗവും നമ്മൾ ഒന്നുകൂടി വിശദമായിട്ട് പരിശോധിക്കാം. ഇവിടെ ഈ ഫോർമുല, ഇനി ഇവിടെ ഒരു ഫോർമുല കൂടി നമുക്ക് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് പരിശോധിക്കാം. ഇവിടെ നമ്മൾ പറയുന്നത് നമുക്കിവിടെ 2 ആണ് കിട്ടുന്നത്. അതായത് ഇവിടെ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 കിട്ടണം. അതാണ് നമ്മുടെ ഉദ്ദേശം. ഇതിനായിട്ട് ആ സെല്ലിൽ ലൊക്കേറ്റ് ചെയ്തതിനു ശേഷം ഈക്വൽ ടു ഈഫ്, അതിനുശേഷം ടാബ് പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പറയുന്നത് B3 ആണ് ഈ പ്രാവശ്യം. B3 ഈക്വൽ ടു നത്തിങ്. 2 ഇൻവെർട്ടഡ് കോമ ഒരുമിച്ച് കൊടുത്താൽ അതിനർത്ഥം നത്തിങ് എന്നാണ്. അവിടെ B3 ഒന്നുമില്ലെങ്കിൽ ഇവിടെ ഒന്നും വേണ്ട എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ വാല്യൂ ഫോൾസ് ആണെന്നെങ്കിൽ, അതെങ്കിൽ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് തൊട്ട് മുകളിലുള്ള സെല്ലിനോട് കൂടിയിട്ട് A1, അതായത് അതിനകത്ത് സെല്ലിനകത്ത് ഇപ്പോൾ നമ്പർ 1 ആണുള്ളത്, അതിനോട് കൂടി +1 ഒന്നുകൂടി ചേർക്കുക. A2 +1 എന്ന് ചേർക്കുക. അതിനുശേഷം എൻ്റർ പ്രസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ
ഇവിടെ ഒന്നും കാണാത്തത് ഇവിടെ ഒന്നുമില്ലാത്തത് കൊണ്ടാണ്. നമ്മളിവിടെ വീണ്ടും ഡേറ്റ് അടിക്കുമ്പോൾ 14/8/2022 എന്നടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ 2 വന്നിരിക്കുന്നതായിട്ട് കാണാം. ഇനി ഈ സെല്ല് മുതൽ നമുക്ക് ഈ ഫോർമുല അല്ലെങ്കിൽ ഈ ഫങ്ഷൻ താഴത്തേക്ക് വലിച്ചിടാം. ഈ ഡേറ്റ് അടിക്കും തോറും ഓരോ ഡേറ്റ് അടിക്കുമ്പോഴൊക്കെ നമുക്ക് എന്താ പറയുക, അടുത്ത നമ്പറുകൾ വരുന്നതായിട്ട് കാണാം. ഇപ്പോൾ ഇവിടെ 15/8/2023 22 അടിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ 3 വരുന്നു. ഇങ്ങനെ അത് നമ്മൾ ഒരിക്കൽ രണ്ടാമത് ചെയ്തിരിക്കുന്ന ഈ ഫംഗ്ഷനെ താഴത്തേക്ക് കോപ്പി ചെയ്തിട്ട് കഴിഞ്ഞാൽ എത്ര വരെ കോപ്പി ചെയ്തിരിക്കുന്നോ അവിടെയെല്ലാം ഇത് വരും. ഇവിടെ നമുക്ക് ഈ ഫംഗ്ഷനിലെ ഈഫ് എന്ന ഈ ഫംഗ്ഷനിലെ ഓരോ ഘടകങ്ങളെയും വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. ഞാൻ പറഞ്ഞു തന്നത് എന്താണെന്നുണ്ടെങ്കിൽ 3 ഘടകങ്ങളാണ് ഈഫ് എന്ന ഫംഗ്ഷന് ഉള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണ് ഫംഗ്ഷനുള്ളത്? ആദ്യം ഈക്വൽ സൈൻ ഇട്ട് ഈഫ് എന്ന ഫംഗ്ഷൻ വരുന്നത് ആദ്യം ലോജിക്കൽ ടെസ്റ്റാണ് വരുന്നത്. എന്താണ് ലോജിക്കൽ ടെസ്റ്റ്? രണ്ടാമത്തത് വാല്യൂ ഈഫ് ട്രൂ, അടുത്ത വരുന്നത് വാല്യൂ ഈഫ് ഫോൾസ്. ഇങ്ങനെ 3 ഘടകങ്ങളാണ് അതിനുള്ളത്, ബ്രാക്കറ്റിനകത്താണുള്ളത്. ഇനി ഇതിനെ വിശദമായിട്ട് ഓരോന്നായിട്ട് പരിശോധിക്കാം. ഇതിൽ ഈഫ് തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയുക, ഫംഗ്ഷനായിട്ട് ഉപയോഗപ്പെടുത്തുമ്പോൾ ഈഫിന് മുൻപിൽ ഒരു ഈക്വൽ സൈന് കൊടുത്തിരിക്കണം. അപ്പോഴാണ് അത് ഫംഗ്ഷനായിട്ട് സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ അതിവിടെ നമുക്ക് ഒരു ഭാഗം അറിയാനായിട്ടാണ് നമ്മളിങ്ങനെ എഴുതിയിരിക്കുന്നത്. ലോജിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ സെൻസ് ഒരു കാര്യം, ഒരു സംഗതി പറയണം. ലോജിക്കൽ ടെസ്റ്റ് നമ്മളൊരു പ്രസ്താവന പറയണം. ഇവിടുത്തെ പ്രസ്താവന എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സെല്ലിലെ കണ്ടൻറ്റിനെ നമ്മൾ ഈക്വലായിട്ടോ മറ്റ് രീതികളിലോ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഈ ലോജിക്കൽ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സുകളാണ് ഇവിടെ കാണുന്നത്. അത് 6 എണ്ണമുണ്ട്. ഈ 6 ഓപ്പറേറ്റേഴ്സ് കാണാൻ പറ്റും. ഈ 6 ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ പൊതുവിൽ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എന്നാണ് പറയുക. കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. ഇത് ഒരു സെല്ലിലെ കണ്ടൻറ്റും അല്ലെങ്കിൽ ഒരു സംഗതിയും മറ്റൊരു സംഗതിയുമായിട്ടൊരു കമ്പാരിസൺ നടത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നു. നമ്മൾ ഫസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഈ ഇതിൽ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈക്വൽ എന്നുള്ള ഒരു കമ്പാരേറ്റീവ് ഓപ്പറേറ്ററാണ്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് B2 സെല്ലിൻ ഈക്വൽ ടു നത്തിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എന്താ പറയുക, ഈക്വൽ എന്ന് പറയുന്ന സൈന് ഒരു കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സാണ്. അതുപോലെയുള്ളതാണ് ഇതിൻ്റെ പേര് നോട്ട് ഈക്വൽ ടു എന്നാണ്. നോട്ട് ഈക്വൽ ടു കൊടുത്തുകൊണ്ട് നമുക്ക് അത് സ്വീകരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ലോജിക്കൽ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന മറ്റൊരു സംഭവമാണ് മോർ ദാൻ, അതുപോലെ തന്നെ ലെസ് ദാൻ, അതുപോലെ തന്നെ മോർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഈഫ് ഫംഗ്ഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലോജിക്കൽ ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അതെങ്ങനെയാണ് റിസൾട്ട് തരുന്നതെന്നും നോക്കാം. ഇവിടെ 2 കോളങ്ങളിലായിട്ട് ഒന്ന് ബി കോളത്തിലായിട്ട് കുറച്ച് വാല്യൂസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. ഓരോന്നായിട്ട് പരിശോധിക്കാം. നമ്മൾ ആദ്യത്തേത് ഈക്വൽ സൈൻ ഉപയോഗിക്കാൻ പോവുകയാണ്. ഈക്വൽ ടു ഈ സെല്ല്, അതായത് നമ്മൾ ആ സെല്ലിൽ സെലക്ട് ചെയ്തപ്പോൾ ആ സെല്ലിൻ്റെ റെഫറൻസ് അവിടെ വന്നിരിക്കുകയാണ്. ഈക്വൽ ടു ഈ സെല്ല്, അതായത് C8, B8 ഈക്വൽ ടു C8 എന്ന് പറയുന്നത്. നമ്മൾ സെല്ലുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ B8-നും C8-ഉം തമ്മിൽ ഈക്വൽ എന്നുള്ളത് ശരിയായിട്ടാണ് വരുന്നത്. അതായത് ആ പ്രസ്താവന, നമ്മൾ ഈ പ്രസ്താവന B8 ഈക്വൽ ടു C8 എന്ന് പറയുന്നത് ഒരു ശരി പ്രസ്താവനയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നത്, എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടുന്നത് ട്രൂ ആയിരിക്കും. എന്നാൽ നമ്മൾ ഏതെങ്കിലും ഒരു സെല്ലിലെ കണ്ടൻറ്റ് മാറ്റിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇതിലത്തത് 11 ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം ഇവിടെ വരുന്നിരിക്കുന്നത് ഫോൾസ് ആയിരിക്കും. ഇനി ഇവിടെ നോക്കാം. ഇത് നമ്മൾ പറയുന്നത് നോട്ട് ഈക്വൽ ടു ആണ് പറയുന്നത്. ഈക്വൽ ടു ഈ സെല്ലിൻ്റെ B9 നോട്ട് ഈക്വൽ ടു, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നോട്ട് ഈക്വൽ ടു എന്നാണ് ഉദ്ദേശിക്കുന്നത്. നോട്ട് ഈക്വൽ ടു C9.
ഇങ്ങനെ വന്ന് നമ്മൾ എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബിയിലെയും സിയിലെയും എമൗണ്ടുകൾ തുല്യമല്ല എന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന പ്രസ്താവന ശരിയാണ്, നമുക്ക് എന്താ പറയുക, ട്രൂ എന്നിട്ടുള്ള ഒരു ഇതാണ് കിട്ടുക. കാരണം നമ്മൾ നോട്ട് ഈക്വൽ ടു എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ സംഖ്യ തുല്യമായി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈക്വലാണ്, അപ്പോൾ നമുക്ക് ഇവിടെ ഫോൾസ് എന്നുള്ള സംഗതിയാണ് കിട്ടുന്നത്. അപ്പോൾ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. ഇനി ഇവിടുത്തെ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈക്വൽ ടു ഈ സെല്ലിലെ കണ്ടൻറ്റ് മോർ ദാൻ ഈ സെല്ലിലെ കണ്ടൻറ്റ്, അതായത് B10 മോർ ദാൻ C10. ഈ പ്രസ്താവന ശരിയാണ്. B10ലെ എമൗണ്ട് C10ലെ എമൗണ്ടിനേക്കാൾ കൂടുതലായിട്ട് ഉള്ളതായി കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇപ്പോൾ ഈ പ്രസ്താവന, അതായത് B10 മോർ ദാൻ C10 എന്നുള്ളത് ശരിയായ പ്രസ്താവനയാണ്. B10ൽ 10ഉം C10ൽ 5ഉമാണ് ഉള്ളത്. അപ്പോൾ ആ പ്രസ്താവന ശരിയാണ്. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നത്, എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ ഉത്തരം കിട്ടുന്നത് ട്രൂ എന്നാണ്. ഇനി അടുത്തത് ഈക്വൽ ടു B11 ലെസ് ദാൻ C11. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ B11 C11നേക്കാൾ കുറവാണെന്നുള്ളതാണ് നമ്മുടെ പ്രസ്താവന വന്നിരിക്കുന്നത്. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ നമുക്ക് ട്രൂ എന്നുള്ളതാണ് ലഭിക്കുന്ന ഉത്തരം. ഇതുപോലെ തന്നെ ഈക്വൽ ടു, മോർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഈക്വൽ ടു B12 മോർ ദാൻ ഓർ ഈക്വൽ ടു C12. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ B12 മോർ ദാൻ ആണ്. B12ലെ വില C12നേക്കാൾ കൂടുതലാണ് അല്ലെങ്കിൽ ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഇവിടെ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നത് ഫോൾസ് ആയിരിക്കും. അതുപോലെ തന്നെ അടുത്തത് ഈക്വൽ ടു B13 ലെസ് ദാൻ ഓർ ഈക്വൽ ടു C13. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന ശരിയാണ്. അപ്പോൾ നമുക്ക് ഉത്തരം ട്രൂ ആയിട്ടാണ് കിട്ടുക. ഇങ്ങനെയാണ് നമ്മുടെ ലോജിക്കൽ ടെസ്റ്റിൽ, അതായത് ഈഫിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ലോജിക്കൽ ടെസ്റ്റിൽ ഇതിലേതെങ്കിലും ഒരു കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ എന്താ പറയുക, ഫസ്റ്റ് ലോജിക്കൽ ടെസ്റ്റ് പാർട്ട് നമ്മൾ എന്ന ആർഗ്യുമെൻറ്റിന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ അങ്ങനെ കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ കിട്ടും. നമുക്ക് ഒന്നുകിൽ ഫോൾസ് കിട്ടും അല്ലെങ്കിൽ ട്രൂ കിട്ടും. ഇതിലേതെങ്കിലും ഒരു വാല്യൂ ആണ് കിട്ടുക. അപ്പോൾ ഈഫിൻ്റെ രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് വാല്യൂ ഇഫ് ട്രൂ എന്നുള്ളതാണ്. വാല്യൂ ഇഫ് ട്രൂ, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ലോജിക്കൽ ടെസ്റ്റിൻ്റെ വാല അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് ട്രൂ ആയിരിക്കുമ്പോൾ നമുക്ക് ഒരു റിസൾട്ട് കൊടുക്കാം. അതായത് നമുക്ക് ഇന്ന റിസൾട്ട് വരണമെന്ന് പറഞ്ഞു കൊടുക്കാം. അതേപോലെ തന്നെ വില ഇതിന് അനുകൂലം അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കുമ്പോൾ നമുക്ക് വരേണ്ട ഒരു റിസൾട്ടും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഇവിടെ നമ്മുടെ എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നോക്കി കഴിഞ്ഞാൽ ഈഫ് കൊടുത്തതിന് ശേഷം നമ്മൾ കൊടുത്തിരിക്കുന്നത് B2 എന്നാൽ, അതായത് ഈ സെല്ലാണ് ഇപ്പോൾ ഉള്ളത് B2 എന്ന് പറയുന്നത്. B2 സെല്ലിൻ്റെ ഉള്ളിൽ നത്തിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നത്തിങ് എന്ന് പറഞ്ഞാൽ അതിലൊന്നുമില്ല എങ്കിൽ, അപ്പോൾ ഇവിടുന്ന് തൊട്ടിട്ട് ഇവിടം വരെയുള്ള ഭാഗമാണ് ലോജിക്കൽ ടെസ്റ്റിൻ്റെ ഭാഗം. അടുത്തത് ഒരു കോമ ഇട്ട് കഴിഞ്ഞാൽ ആ ഭാഗം കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് കിട്ടേണ്ടത് ഇവിടെ ഒന്നുമില്ലെങ്കിൽ ഇവിടെയും ഒന്നും വേണ്ട. അതായത് നമ്മൾ എന്താ പറയുക, നമ്മൾ ഫോർമുല അല്ലെങ്കിൽ ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്ന സെല്ലിൽ ഒന്നും വേണ്ട എന്നുള്ളതാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ അല്ലെങ്കിൽ, അതായത് ഈ B2 ഈക്വൽ ടു നത്തിങ് അല്ലെങ്കിൽ, അതായത് നമ്മൾ എന്തെങ്കിലും ഡേറ്റ് എന്തെങ്കിലും ഇടുന്നതാണ് അല്ലെങ്കിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് റിസൾട്ടായിട്ട് കിട്ടേണ്ടത് 1 ആണ്. അപ്പോൾ എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഡേറ്റ് ഇല്ലാത്ത ആ ഒരു അവസ്ഥയിൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒന്നും കിട്ടില്ല. കാരണം നമ്മൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്നുമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന ശരിവെക്കുന്ന പ്രസ്താവനയാണ്. അപ്പോൾ അതുകൊണ്ട് ശരിവെക്കുന്ന പ്രസ്താവനയാകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ റിസൾട്ടായിരിക്കും, നത്തിങ് എന്നുള്ള റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ് അവിടെ ഒന്നും കാണിക്കാത്തത്. എന്നാൽ നമ്മളിവിടെ ഡേറ്റ് അടിക്കുമ്പോൾ ഈ പ്രസ്താവന തെറ്റാവുകയും B2 ഈക്വൽ ടു നത്തിങ് എന്നുള്ള പ്രസ്താവന തെറ്റാവുകയും, അപ്പോൾ വാല്യൂ ഇഫ് ഫോൾസ് എന്നുള്ളതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വില 1 ആണ്. അതുകൊണ്ട് അത് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നമ്മളിവിടെ 14
8/2022 എന്ന് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 1 വരും. ഇനി നമ്മളിവിടെ ഡേറ്റ് കൊടുക്കുമ്പോഴൊക്കെ ഇനി അടുത്ത ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് B3, അതായത് ഈ സെല്ലിന് കണ്ടൻറ്റ് എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഫോർമുല എഴുതിയിരിക്കുന്ന സെല്ലിലും ഒന്നും വേണ്ട എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള സെല്ല്, ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന സെല്ല് A3 ആണ്. അതിന് തൊട്ട് മുകളിലുള്ള സെല്ല് A2 ആണ്. ആ A2 കൂടി 1 ചേർത്ത് കൊണ്ടുള്ള ഒരു തുകയാണ് നമുക്ക് കിട്ടേണ്ടത്. എന്ത് വാല്യൂ ഇഫ് ഫോൾസ് ആയി കഴിഞ്ഞാൽ അതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു വില കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ നോക്കാം. ഞാനിവിടെ പുതിയ ഡേറ്റ് ഇടുകയാണ്. 14/8/2022 കൊടുത്തു. ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ 2 എന്ന് വന്നു. അപ്പോൾ ഇവിടെ ഡേറ്റ് എൻട്രി ചെയ്തപ്പോൾ ഇവിടെ നമ്മളുടെ പ്രസ്താവന ശരിയല്ലാതെ വന്നു, അതായത് അത് ഫോൾസ് ആയി. അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടി. പിന്നീട് നമ്മൾ ചെയ്തത് ഈ രണ്ടാമത്തെ സെല്ല് മുതലുള്ള ഫോർമുല അല്ലെങ്കിൽ ഫങ്ഷൻ നമ്മൾ താഴത്തേക്ക് കോപ്പി ചെയ്തിടുകയാണ് ചെയ്യുന്നത്. ഇത് കോപ്പി ചെയ്ത് ഇടുമ്പോൾ തുടർന്ന് വരുന്ന സെല്ലുകളിൽ തൽക്കാലം ഒന്നും കാണില്ല. കാരണം നമ്മൾ ഫോർമുല ഫങ്ഷൻ കോപ്പി ചെയ്തിടുമ്പോൾ കോപ്പി ചെയ്തിടുമ്പോൾ അതിൻ്റെ റിലേറ്റീവായിട്ടുള്ള സെല്ലുകളിൽ ഒന്നും ഇല്ലാത്തത് കാരണമാണ് ഇവിടെ ഒന്നും കാണാത്തത്. ഇവിടെ നമ്മൾ ഡേറ്റ് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ അടുത്ത സംഖ്യ ചേർന്ന് വരുന്നതായിട്ട് കാണാം. അതായത് 15/8/2022 അടിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഡേറ്റ് ചേർന്ന് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഓരോ ഡേറ്റ് അടിക്കുമ്പോഴും അടുത്ത സംഖ്യ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇനി ഇതിൽ തന്നെ നമുക്ക് അടുത്ത പാഠത്തിൽ ഈ ഡേറ്റുകൾ അടുത്ത ഐറ്റം അടിക്കുമ്പോൾ അടുത്ത ഡേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെ വരും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഐറ്റം അടിക്കുമ്പോൾ എന്താണോ ഇന്നത്തെ ഡേറ്റ്, ആ ഇന്നത്തെ ഡേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വരും, ഒപ്പം ഈ നമ്പറും വരും. അതാണ് നമ്മളുടെ അടുത്ത ഈഫിൻ്റെ പ്രയോഗം. അത് അടുത്ത വീഡിയോയിൽ തുടർന്ന് വരുന്ന വീഡിയോയിൽ കാണാവുന്നതാണ്.